മാതൃഭൂമി സ്പോർട്സ് മാസിക പരിചയമുണ്ടോ? സ്വാഗതം അറ്റ് വില്ലേജ് ആൻഡ് ഡ്രീംസ്. 1994 ജൂൺ 15 അന്നാണ് മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു സ്പോർട്സ് മാസിക ഇറങ്ങുന്നത്, മാതൃഭൂമിയുടെ. അന്ന് മന്ത്രി ശ്രീ പന്തള സുധാകരൻ്റെ കയ്യിൽ നിന്നും ആദ്യ പതിപ്പ് ഏറ്റുവാങ്ങിയ നമ്മുടെ IM വിജയ്. അതൊരു നല്ലൊരു തുടക്കമായിരുന്നു. എൻ്റെ കയ്യിലുള്ള കുറച്ച് മാതൃഭൂമി സ്പോർട്സ് മാസികയുടെ കളക്ഷനാണ് ഞാനിവിടെ നിരത്തി വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിതൊക്കെ കാണുമ്പോൾ കുറച്ച് പഴയ ഓർമ്മകളും കുറച്ച് സന്തോഷം തോന്നിയെങ്കിൽ എനിക്കും സന്തോഷം. സ്പോർട്സിനെ നെഞ്ചേറ്റുന്ന യുവഹൃദയങ്ങൾ ഹൈസ്കൂൾ കാലം തൊട്ടേ വായിച്ച് ശീലമാക്കിയതാണ് ഈ മാസിക. കുറച്ച് പഴയ എഡിഷൻസിൻ്റെ ഫോട്ടോകളിലൂടെ നമുക്കിന്ന് കണ്ണോടിക്കാം. 2002, 2001. കായിക രംഗത്തിലെ ഓരോ തുടിപ്പുകളും വായനക്കാരിൽ എത്തിക്കാൻ ഈ മാസിക വഹിച്ച പങ്ക് കുറച്ചൊന്നുമല്ല. ഇതാണ് ആദ്യത്തെ എഡിഷൻ, 1994. ആ എഡിഷനും എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ വഴി കാണിച്ചു തരാം. ഈ സച്ചിൻ സ്പെഷ്യൽ എഡിഷൻ ഓർമ്മയുണ്ടാകും. 2001 ആദ്യമായിട്ട് ലോകത്തിലാദ്യമായിട്ട് സച്ചിൻ 10,000 ഏകദിന റൺസ് നേടിയപ്പോഴുള്ള സച്ചിൻ സ്പെഷ്യൽ എഡിഷനാണ് അത്. ഈ വീഡിയോ കാണുന്നവർക്ക് പലർക്കും പഴയ ഓർമ്മകളൊക്കെ വരുമെന്ന് വിശ്വസിക്കും. ക്രിക്കറ്റ് ഭ്രാന്ത് മൂത്ത് ഈ മാസികകൾ വാങ്ങിച്ചു കൂട്ടിയ കാലം, വായനശാലയിലിരുന്ന് ആർത്തിയോടെ ഈ സ്പോർട്സ് മാസിക വായിച്ച കാലം. ഈ മാസികയെ പറ്റി പറയുമ്പോൾ കായിക ആരാധകർക്ക് വളരെയേറെ പറയാനുണ്ടാവും. ചിലർ തങ്ങളുടെ പ്രായം കൂടിപ്പോയതിനെ പറ്റി ആലോചിച്ച് നെടുവീർപ്പെടുന്നുണ്ടാവും. 2011 മാച്ച് ഓർമ്മയുണ്ടോ? ചിലരുടെ വായനയുടെ തുടക്കം ഇതിൽ നിന്നായിരുന്നു. ചിലർക്ക് ഈ മാസികയിൽ എഴുതി അയച്ചതിൻ്റെ ഓർമ്മ, തൻ്റെ അക്ഷരങ്ങൾ അതിൽ അച്ചടിച്ച് വന്നതിൻ്റെ ആഘോഷ നിമിഷങ്ങളുടെ ഓർമ്മ, പ്രിയ താരങ്ങളുടെ തകർപ്പൻ ചിത്രങ്ങളും. 1994 മുതൽ മലയാളി കായിക പ്രേമികളുടെ കാത്തിരിപ്പായിരുന്നു ഈ സ്പോർട്സ് മാസിക. 1994 അമേരിക്കൻ ലോകകപ്പിന് മുന്നോടിയായിട്ടാണ് മാതൃഭൂമി സ്പോർട്സ് മാസിക രാജഗോപാൽ സാറിൻ്റെ താല്പര്യത്തിൽ ആരംഭിക്കുന്നത്. കായിക താരങ്ങൾക്കറിയാം, മലയാളി കായിക താരങ്ങളുടെ വളർച്ചയിൽ ഈ മാസിക ചെലുത്തിയ സ്വാധീനം ചെറുതൊന്നുമല്ല. സ്ഥിരമായി വായിച്ചിരുന്നവരും പോസ്റ്ററിന് വേണ്ടി മാത്രം വാങ്ങുന്നവരും റൂമിൻ്റെ ചുവരുകളിൽ ഒട്ടിച്ച് സന്തോഷിക്കുന്നവരും അഭിപ്രായങ്ങൾ എഴുതി അയച്ച് പ്രസിദ്ധീകരിച്ച് കണ്ട് സന്തോഷിക്കുന്നവരും സ്കൂൾ നോട്ട്ബുക്ക്, ടെക്സ്റ്റ് ബുക്കുകൾ, ഇതിലൊക്കെ ഈ സ്പോർട്സ് മാസികയുടെ പ്രിയതാരങ്ങളുടെ പോസ്റ്ററുകൾ കൊണ്ട് പൊതിഞ്ഞ് അഭിമാനിക്കുന്നവർ, ബാലചന്ദ്രൻ സാറിൻ്റെ ക്രിക്കറ്റ് കോച്ചിങ് ക്ലാസ്സുകൾ, OR രാമേന്ദ്രൻ്റെ എഴുത്തുകൾ, അങ്ങനെ എന്തെല്ലാം ഓർമ്മകൾ. ഇവിടെ എൻ്റെ കയ്യിലുള്ള കുറച്ച് മാസികകൾ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് 2001. പണ്ടത്തെ സച്ചിൻ്റെയും യുവരാജ് സിംഗിൻ്റെയും രാഹുൽ ദ്രാവിഡിൻ്റെയും ഒക്കെ ഫോട്ടോ കാണുമ്പോൾ നമ്മളെ പഴയ കാലത്തേക്ക് തന്നെ പോകും. ഇത് നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണി. രാഹുൽ ദ്രാവിഡ്. വേൾഡ് കപ്പ് സ്പെഷ്യൽ റൊണാൾഡീഞ്ഞോ. ഇതാ ധോണിയുടെ ഒരു അടിപൊളി ഫോട്ടോ. ഈ ഇന്ത്യൻ ജേഴ്സിയെ കാണുമ്പോൾ മുമ്പത്തെ ക്രിക്കറ്റ് കാർഡുകളൊക്കെയുള്ള ആ വർണ്ണശബളമായ ഒരു കാലമാണ് ഓർമ്മ വരുന്നത്. ഇത് 2005 സാനിയ മിർസ. (2003) സെറീന വില്യംസ്. ഈ ഇന്ത്യൻ ജേഴ്സി കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർക്ക് ഈ ജേഴ്സിയും വിട്ട് വരുമ്പോഴുള്ള ആ ഒരു ചന്തം. ഇത് 2002 മാതൃഭൂമി സ്പോർട്സ് മാസികയുടെ 100ാമത്തെ പതിപ്പാണ് നമ്മളീ കാണുന്നത്. ഇതിൽ രാഹുൽ ദ്രാവിഡിൻ്റെ ഒരു കളർ പോസ്റ്ററും കിട്ടി. നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ.
പിന്നെയും പഴയ മാസികകളിലേക്ക് പോവാണ്. 2000-ത്തെ മാസികയാണിത്. ഏഷ്യൻ കപ്പ് പ്രവചന മത്സരവും സച്ചിൻ തളരാത്ത പോരാളി എന്നുള്ള പുതിയ പരമ്പരയൊക്കെ ആയിട്ട് ഇതിലൊരു ബംഗാളി നോവൽ ആരംഭിക്കുന്നുണ്ട്, ചൂതാട്ടം. ആരെങ്കിലും വായിച്ചവരുണ്ടോ? ഇത് പിന്നെയും ഒരു പഴയ 2002-ലൊരു ഭംഗിയുള്ളൊരു മാസിക. അടുത്ത നൂറ്റാണ്ടിലെ സ്പോർട്സ് എന്ത്, എങ്ങനെ എന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ. 1996, 95, 25-28 വർഷം മുമ്പുള്ള മാസികയാണ് ഇതൊക്കെ. ഇത് 1996-ലെ ആ പഴയ പുസ്തകങ്ങളിലേക്ക് ഒരു ഭംഗി. സച്ചിൻ ടെണ്ടുൽക്കർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യത്തെ എഡിഷൻ. അതായത് 1994 ജൂൺ 15 ഇറങ്ങിയ മാതൃഭൂമി സ്പോർട്സ് മാസികയുടെ ഏറ്റവും ആദ്യത്തെ ലക്കമാണത്. ആണല്ലേ, 1994 ജൂൺ 15. ആദ്യത്തെ പേജിൽ തന്നെ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ. അന്ന് 1994 ഇത് വാങ്ങി വായിച്ചവർക്കൊക്കെ പഴയ ഓർമ്മകൾ വരുന്നുണ്ടാവും. അന്ന് 94 ഇതിൻ്റെ ആദ്യ പേജിൽ ഇത് ചരിത്ര നിയോഗം എന്ന് പറഞ്ഞിട്ട് മാനേജിംഗ് എഡിറ്റർ ശ്രീ PV ചന്ദ്രൻ്റെ എഴുത്തോടെയായിരുന്നു ഇതിൻ്റെ തുടക്കം. ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ആ പഴയ ഗ്രൗണ്ടുകളിലും കളികളിലും വായനശാലകളിലും നിങ്ങളുടെ ഓർമ്മ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പി. മൂന്നാം കണ്ണ്, പെനാൽറ്റി കോർണർ, അന്നത്തെ പങ്ക്തികളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ക്രിക്കറ്റ് ക്ലിനിക്, പിച്ചും പേയും, മൂന്നാം കണ്ണ്, താരവും താരവും, ഫൈനൽ ഷൂട്ട്, സ്റ്റാർസ് കോർണർ, താരവുമൊത്ത്, സാനിയയുടെ കഥ, താരകുടുംബങ്ങൾ, സ്നേഹകുടീരങ്ങൾ, സച്ചിൻ്റെ നിലയ്ക്കാത്ത പോരാട്ടങ്ങൾ, ഫാൻ വേഴ്സസ് സ്റ്റാർ, റോണോ പ്രിയ റോണോ, കളിക്കാല പ്രണയങ്ങൾ, ഫാൻസ് ഗാലറി, ഇത് ലോകകപ്പ് സ്പെഷ്യൽ 2002, ക്രിക്കറ്റ് ക്ലിനിക്. ഇവിടെ ഈ നോവൽ അവസാനിക്കുകയാണ്. ചൂതാട്ടം, രാതുൽ ഘോഷ്, മറഡോണ വിടവാങ്ങി, സച്ചിൻ തളരാത്ത പോരാളി, ഷൂട്ട് ഔട്ട്. സച്ചിൻ തളരാത്ത പോരാളി ഇത് ഏറ്റവും പഴയ എഡിഷനിലെ പങ്ക്തിയാണ്. ഹൗസ് സാറ്റ്, ഇത് ആദ്യത്തെ എഡിഷനിലെ ചിത്രങ്ങളൊക്കെയാണ്. റെക്കോർഡുകൾ കണ്ടോ, എഴുത്തുകളൊക്കെ മാറി. ആ പഴയൊരു ചന്തം. താരവും താരവും, ചെസ് മാസ്റ്റർ ആനന്ദ് വിവാഹിതനായി. ഇത് ആദ്യത്തെ പങ്ക്തി. സച്ചിൻ കപ്പിൻ്റെ കഥ. ഇത് ജേതാവിന് 1 ലക്ഷം രൂപ സമ്മാനം. ഹൗസ് സാറ്റ് ക്യൂസ്. ഇടവേളയിൽ MT വാസുദേവൻ നായർ. ഓർമ്മയിലെ സിന്ദൂരപ്പൊട്ടുകൾ. ഫോട്ടോ ഫിനിഷ്. കുറച്ച് പോസ്റ്ററുകൾ കൂടി കാണാം. മാതൃഭൂമി സ്പോർട്സ് മാസികയുടെ പോസ്റ്ററുകൾ. ഇതും സൂക്ഷിച്ച് വയ്ക്കുന്നത് കുറേ പേരുണ്ട് കേട്ടോ. ഇതൊരു ആൽബമാണ്. എൻ്റെ കയ്യിൽ കുറച്ചെണ്ണം ഉണ്ട്. ഇപ്പോൾ അതുകൊണ്ടാണ് കാണിക്കാം. അപ്പോൾ 94 ആദ്യത്തെ പതിപ്പിൽ ഇത് ചരിത്ര നിയോഗം എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ PV ചന്ദ്രൻ്റെ എഴുത്ത് നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അത് കഴിഞ്ഞിട്ട് 100ാമത്തെ പതിപ്പിലും ഇങ്ങനെ ഒരു എഴുത്തുണ്ടായിരുന്നു. വിശുദ്ധ നിയോഗം എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ എഴുത്ത്. അതിൽ പിന്നെ കാലാകാലത്തോളം ഈ മാസിക നമ്മുടെ പ്രേക്ഷകർക്ക് ലഭ്യമാക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസവും സന്തോഷവും ടീമിനുണ്ടായിരുന്നു. പക്ഷേ ഈ അച്ചടി മാധ്യമങ്ങൾക്ക് വന്ന തിരിച്ചടി നമ്മുടെ ഈ പ്രിയപ്പെട്ട മാസികയ്ക്ക് മേൽക്കേണ്ടി വന്നു. അപ്പോൾ വീണ്ടും കാണാം ഗൈസ്.